2001 ഭയാനകമായ ഭൂകമ്പത്തിലും സോമനാഥ ക്ഷേത്രം കുലുങ്ങാതെ ഉറച്ചു നിന്നു. കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപേ വേദകാല ശാസ്ത്രത്തിലും സമുദ്രവിജ്ഞാനീയത്തിലും ഭാരതം അദ്വിതീയമായ അറിവ് നേടി. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, IIT ഗാന്ധിനഗർ എന്നിവർ ചേർന്ന് സോമനാഥിൽ ഭൂമിക്കടിയിൽ സ്കാനിംഗ് നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി. ക്ഷേത്രത്തിന്റെ താഴെ 12 മീറ്റർ ആഴത്തിൽ L ആകൃതിയിലുള്ള ഒരു കൂറ്റൻ നിർമ്മിതിയുണ്ട്. ഇത് വെറുമൊരു പാളിയല്ല. 2.5 മീറ്റർ, 5 മീറ്റർ, 7.3 മീറ്റർ എന്നിങ്ങനെ 3 അടരുകളായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഭൂഗർഭ അറയോ മുറിയോ ആയിരുന്നില്ല, മറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. കടൽ തിരമാലകളുടെ ആഘാതം തടയാനും അവയുടെ ഊർജത്തെ ചിതറിച്ചു കളഞ്ഞ് ക്ഷേത്രത്തിന്റെ സ്ഥിരത നിലനിർത്താനുമാണ് ഈ ഭീമാകാരമായ അടിത്തറ നിർമ്മിച്ചതെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തി. ഇതിലെ കല്ലുകൾ പരസ്പരം കോർത്തുപിടിക്കുന്ന ഇന്റർലോക്കിംഗ് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരമാലകളുടെ സമ്മർദ്ദമോ ഭൂചലനത്തിന്റെ പ്രകമ്പനമോ വരുമ്പോൾ ഈ കല്ലുകൾ തകരില്ല. പകരം ആ ശക്തിയെ എല്ലാ ദിശകളിലേക്കും പകുത്തു നൽകി ആഘാതം കുറയ്ക്കും. ആധുനിക കോൺക്രീറ്റിൽ നിന്ന് വ്യത്യസ്തമായി ചുണ്ണാമ്പ്, ചിപ്പികൾ, ശർക്കര എന്നിവ ചേർത്ത പുരാതന ഇന്ത്യൻ മിശ്രിതം ഉപ്പുവെള്ളത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ഇതുമാത്രമല്ല, തിരമാലകളിലെ വെള്ളം കെട്ടിക്കിടക്കാതെ സാവധാനം പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഭൂഗർഭ ഡ്രെയിനേജ് ചാനലുകളും അവിടെയുണ്ട്. കൂടാതെ സോമനാഥ ക്ഷേത്രം കുലുങ്ങാതെ കാക്കുന്ന അണ്ടർ വാട്ടർ ഷോക്ക് അബ്സോർബർ തൂണുകളും ഈ വിസ്മയ നിർമ്മിതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് 2004 ജനുവരി 26 ആ ഭീകരമായ ഭൂകമ്പത്തിന് പോലും സോമനാഥ ക്ഷേത്രത്തെ തകർക്കാൻ കഴിയാതിരുന്നത്. വെറും ഭക്തിയിൽ മാത്രമല്ല, വേദകാലത്തെ ശാസ്ത്രം, ഗണിതം, എഞ്ചിനീയറിംഗ്, സമുദ്രവിജ്ഞാനം എന്നിവയുടെ പിൻബലത്തിൽ കൂടിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇന്ന് മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്റ്റാൻഫോർഡ് തുടങ്ങിയ ലോകപ്രശസ്ത സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞർ സോമനാഥത്തിലെ ഈ നിർമ്മാണ രീതിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിന് എങ്ങനെ ഇത്രയും വികസിതമായ സമുദ്രവിജ്ഞാനവും നിർമ്മാണ വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. സോമനാഥം വെറുമൊരു ക്ഷേത്രമല്ല, നമ്മുടെ പൂർവികർ എത്രത്തോളം ബുദ്ധിമാന്മാരും ദീർഘവീക്ഷണമുള്ളവരുമായിരുന്നു എന്നതിന്റെ തെളിവാണ്.